ഹായ്, ഞാൻ ഡയറ്റീഷ്യൻ അർച്ചന. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, പ്രമേഹം എന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിൽ ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായത്തിനും പൊക്കത്തിനും അനുസരിച്ചുള്ള ഒരു ശരീരഭാരം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇടവിട്ടെന്നുള്ള രീതിയിൽ ഒരു 5 to 6 തവണകളായിട്ട് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മിനറൽസും വൈറ്റമിൻസും എല്ലാം ശരീരത്തിന് ആവശ്യമായ അളവിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതേപോലെ തന്നെ ധാന്യങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അത് നന്നായിട്ടെന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യുക. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് പയറുവർഗ്ഗങ്ങൾ എല്ലാം തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കണം എന്നൊന്നുമില്ല. ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഫ്രൂട്ട്സ് നിർദ്ദേശിച്ച അളവിൽ എടുക്കാവുന്നതാണ്. മെയിൻലി നമ്മൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ, തണ്ണിമത്തൻ, സപ്പോട്ട, വാഴപ്പഴങ്ങൾ, അതുപോലെ ഉണങ്ങിയ പഴങ്ങൾ, ഇവ എന്തായാലും ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസും അതേപോലെ ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇവയെല്ലാം ഒഴിവാക്കുക. അതേപോലെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഞ്ചസാര, ശർക്കര, തേന്, ഇവയും ഒഴിവാക്കുക. പിന്നെ അതേപോലെ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ ഉറങ്ങുക. അതേപോലെ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യുക. പിന്നെ മദ്യപാനം, പുകവലി ഒഴിവാക്കുക.